ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ലിസണിംഗ് ആണ്. ലിസണിംഗ് മൊഡ്യൂൾ എല്ലാവർക്കും അറിയാൻ മേലാത്തവരുണ്ട്. ബിഗിനേഴ്സിന് അതുപോലെ തന്നെ റിപ്പീറ്റേഴ്സിന് എല്ലാവർക്കും ഒരുപോലെ തന്നെ യൂസ്ഫുൾ ആകുന്ന ഒരു ക്ലാസ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത്. അപ്പം നമുക്ക് ലിസണിങ്ങിനെ കുറിച്ച് അറിയാം. ലിസണിങ് മൊഡ്യൂളിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. ഫോർ എക്സാമ്പിൾ സ്പെല്ലിംഗ്, അതുപോലെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സ്, ഡിസീസ് കണ്ടീഷൻസ്, ഒക്കുപ്പേഷൻ ഓഫ് ദ പേഷ്യൻറ്റ്, മെഡിക്കൽ ഹിസ്റ്ററി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഫെമിലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളത് കേൾക്കുന്ന സമയത്ത് ആ ഒരു പ്രൊനൗൺസിയേഷൻ അവരുടെ നമുക്ക് കുറച്ച് ഡിഫിക്കൾട്ടായിരിക്കും, പക്ഷേ അത് വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് മനസ്സിലാകും. സോ നമുക്കെപ്പോഴും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുറച്ച് വേർഡ്സ് ഫെമിലിയർ ആക്കി വെക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് അതൊരു കാറ്റഗറി ആയിട്ട് ഒരു ബുക്ക് ഉണ്ടാവണം നമുക്ക് ലിസണിങ്ങിന് എപ്പോഴും. അതിൽ കോമൺ നെയിംസ് ഫോർ, ഇപ്പോൾ ഒക്കുപ്പേഷൻ ആണെങ്കിൽ അതുപോലെ തന്നെ സ്കിൻ ഡിസീസ് കണ്ടീഷൻ, മറ്റ് കണ്ടീഷൻസ്, ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ഒരു കുറച്ച് വേർഡ്സ് നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പഠിച്ചാൽ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കുറച്ച് വേർഡ്സാണ്. അത് സ്കിൻ ഡിസീസ് കണ്ടീഷനെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കോമൺലി നമ്മുടെ ലിസണിങ്ങിൽ ചോദിക്കുന്ന കുറച്ച് സ്കിൻ ഡിസീസ് കണ്ടീഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ വേർഡ്സ് നിങ്ങൾ ഫെമിലിയർ ആക്കി വെക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെല്ലിങ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സ്പെല്ലിംഗ് എററിന് മിക്കവാറും നമ്മുടെ മാർക്ക് അവർ റിഡ്യൂസ് ചെയ്യും, കുറയ്ക്കും. സോ അതുകൊണ്ട് സ്പെല്ലിംഗ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻ OET ലിസണിങ്. സോ സ്പെല്ലിങ് പഠിക്കുക. എല്ലാ വേർഡ്സും പഠിക്കാൻ നമുക്ക് നടക്കുന്ന കാര്യമല്ല, കാരണം നമുക്കറിയത്തില്ല ഏതാണ് എക്സാമിന് ചോദിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ ഡെയിലി നമ്മൾ ലിസണിങ് ചെയ്യുന്ന സമയത്ത്, ഓഡിയോസ് കേൾക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മൾക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ട്രെയിനർമാർ നമുക്ക് പറഞ്ഞു തരുന്ന വേർഡ്സ്, ഇതെല്ലാം നമ്മളൊന്ന് ഫെമിലിയർ ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, മടി കൂടാതെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് ലിസണിങ്ങിന് ഹെൽപ്ഫുള്ളായിരിക്കും. ലിസണിങ്ങിൽ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന, ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞു കൊടുക്കുന്ന നമ്പർ 1 ടിപ്പാണ് ഒരു സ്പെല്ലിംഗ് പഠിക്കുക എന്നുള്ളത്. അതും വാക്കുകൾ, കോമൺലി ചോദിക്കുന്ന വാക്കുകൾ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. കുറച്ച് സ്കിൻ ഡിസീസ് കണ്ടീഷൻസ്, കോമൺലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന സ്കിൻ ഡിസീസ് കണ്ടീഷൻ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ഹൈവ്സ് എന്നാണ്. ഹൈവ്സ് കണ്ടോ, വാക്ക് കേട്ടുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടില്ല. അപ്പം ഇങ്ങനൊരു ഹൈവ്സ് എന്നുള്ളത് അവരൊരു വൈസ് എന്നുള്ള രീതിയിലായിരിക്കും അവർ പ്രൊനൗൺസിയേഷൻ കൊടുക്കുക. നമ്മൾ ആ എച്ചൊക്കെ നമ്മൾ വൈ ആയിട്ടേ കേൾക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. അതേസമയത്ത് നമ്മളിത് വാക്ക് പഠിച്ചു വെച്ചു, ഫെമിലിയർ ആക്കി, ഓക്കെ അങ്ങനെ ഒരു വേർഡുണ്ട്, ഹൈവ്സ് ഉണ്ട്, ഒരു സ്കിൻ ഡിസീസ് കണ്ടീഷനാണ്. അപ്പോൾ അവരാ പറയുന്ന സമയത്ത് ഡിസീസ് കണ്ടീഷനെ കുറിച്ചാണ് മെഡിക്കൽ പ്രൊഫഷണൽസ് ചോദിക്കുകയാണ്, ഓക്കെ നിനക്ക് വല്ല ഡിസീസ് കണ്ടീഷൻ ഉണ്ട്, ഓക്കെ എനിക്കൊരു സ്കിൻ ഡിസീസ് ഉണ്ടായിട്ടുണ്ട്, എന്നിട്ട് ഹൈവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും അല്ലേ. സോ അതുകൊണ്ട് നമ്മളെപ്പോഴും ആ ഹൈവ്സ് എന്നുള്ള വാക്ക് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിൻ്റെ സ്പെല്ലിംഗ് ഞാൻ കൊടുക്കുന്നുണ്ട്. HIVES, ഹൈവ്സ്. ഇതാണ് ആ വാക്ക്, HIVES, ഹൈവ്സ്. ഓക്കെ, രണ്ടാമത്തെ വാക്കിലോട്ട് പോട്ടെ. എക്സീമ, എപ്പോഴും ചോദിക്കുന്നൊരു വാക്കാണ് എക്സീമ. ഇതും ഒരു സ്കിൻ കണ്ടീഷനാണ്. ഇതും ഡോക്ടർ, നിൻ്റെ ഫാമിലിയിലുണ്ടോ, ആർക്കെങ്കിലും നിനക്കുണ്ടോ, എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ പറയും, ഓക്കെ ബേസ്ഡ് ഓൺ മൈ അസസ്മെൻറ്റ് ഐ തിങ്ക് ദാറ്റ് ഇതാണ് കണ്ടീഷൻ ഉള്ളത്. അങ്ങനെയുള്ള ഒന്നാണ് എക്സീമ. ECZEMA, എക്സീമ. ഓക്കെ, വേർഡ് കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. മൂന്നാമത്തെ വേർഡിലേക്ക് നമുക്ക് പോകാം. ലാറ്റക്സ് അലർജി. പേഷ്യൻ്റിനുള്ളൊരു അലർജിയാണ് കേട്ടോ. അതും ഒരു സ്കിൻ ഡിസീസ് കണ്ടീഷനകത്തേക്കാണ് വരുന്നത്. ലാറ്റക്സ് അലർജി, LATEX, അലർജി, ALLERGY, ലാറ്റക്സ് അലർജി. സോ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വേർഡിലോട്ട് പോയാലോ. കോൾഡ് സോർ. ഇത് ഭയങ്കര പാടാണ്. ഇത് എപ്പോഴും വളരെ എളുപ്പമാണിത് കേട്ടോ. കോൾഡ് സോർ വളരെ എളുപ്പമുള്ള വാക്കാണ്, പക്ഷെ അവർ പറയുമ്പം ഭയങ്കര നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അവർ പ്രൊനൗൺസ് ചെയ്യും. അപ്പോൾ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. ആ കോൾഡ് സോറിനൊന്നും ആയിരിക്കത്തില്ല നമ്മൾ കേൾക്കുന്നത്, വേറെ എന്തെങ്കിലും ഒരു വാക്കായിരിക്കും നമ്മൾ കേൾക്കുക. അപ്പോൾ കോൾഡ് സോറാണ്. കോൾഡ് സോറിൻ്റെ സ്പെല്ലിംഗ് ഞാൻ പറയട്ടെ. COLD, അത് കഴിഞ്ഞിട്ട് സ്പേസ് ഉണ്ട് കേട്ടോ, SORES, കോൾഡ് സോർ. SORE, COLDSORE.
എസ് ഇല്ല കേട്ടോ. ഓക്കെ, അടുത്ത വീട്ടിലോട്ട് പോട്ടെ. ബ്ലിസ്റ്റേഴ്സ്, വളരെ കോമൺ ആണ് ഈ വാക്ക്. ബ്ലിസ്റ്റേഴ്സ്, ബ്ലിസ്റ്റേഴ്സ്, BLISTERS, ബ്ലിസ്റ്റേഴ്സ്, ബ്ലിസ്റ്റേഴ്സ്. അപ്പോൾ ഇന്ന് മോസ്റ്റ് കോമൺലി ആയിട്ടുള്ള 5 സ്കിൻ ഡിസീസാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത് മതിയാകും. ഇത് എഴുതി വയ്ക്കുക, കറക്റ്റായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട്, അതും നെക്സ്റ്റ് 5 കോമൺ സ്കിൻ ഡിസീസ് കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ലിസണിങ് ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ കൂടി പറഞ്ഞു തന്നിട്ട് നമ്മൾ 5 വേർഡ്സും കൂടെ കൂടി പറയുന്നതായിരിക്കും. ക്ലാസ് എഴുതി വെച്ച് പഠിക്കുക. ഇൻഡിവിജ്വൽ ക്ലാസ്സസാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരു കാര്യം കൂടെ പറയട്ടെ, 4 മൊഡ്യൂളിലും നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ റീഡിങ് ലിസണിങ് ഒക്കെ നല്ല ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.